ഫിലിപ്പോസ് ദൈവവചനം പ്രസംഗിച്ചു. 2, ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഒരു പട്ടണത്തിന്റെ വിടുതൽ. ഞാൻ കൂടെ ആവർത്തിക്കാൻ, ഒരു സഭയിൽ ഒതുങ്ങി പോകരുത്. ഒരു സഭ അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പട്ടണങ്ങളെ പിടിച്ചെടുക്കണം. പട്ടണം പിടിച്ചെടുക്കണമെങ്കിൽ ദൈവവചനം വാരി വിതരണം. വചനം മാത്രം പോരാ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. ക്രിസ്തു, യേശു എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അവൻ രക്ഷിതാവ്, തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിച്ച് കാക്കുന്നവനാണ് യേശു എന്ന്. സ്തോത്രം. ക്രിസ്തു എന്ന് പറഞ്ഞ അഭിഷക്തൻ. അഭിഷക്തൻ എന്ന് പറഞ്ഞ നുകങ്ങളെ തകർക്കാൻ ശക്തിയുള്ളവനാ. പിശാച് കരുതി കൂട്ടിയ, പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ വ്യക്തികൾക്കും നേരെ വെച്ചിരിക്കുന്ന നുകങ്ങളെ തകർക്കണമെങ്കിൽ ക്രിസ്തു വെളിപ്പെടണം. പട്ടണത്തിന്മേൽ വെച്ചിരിക്കുന്ന നുകങ്ങൾ തകർക്കപ്പെടണമെങ്കിൽ ക്രിസ്തു വെളിപ്പെട്ടു വരണം. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു എന്ന് പറഞ്ഞ അഭിഷക്തൻ, അഭിഷക്തനെ വെളിപ്പെടുത്തി. 3, യേശുവിന്റെ നാമം പ്രസംഗിച്ചു. ഏത് മീറ്റിംഗിലാകട്ടെ, ഏത് സ്ഥലത്താണെങ്കിലും യേശുവിന്റെ നാമം ഉയർത്തിപ്പിടിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവ് ഒരുവനെ ആകർഷിച്ചില്ലെങ്കിൽ ആരും പുത്രനെ കൈക്കൊള്ളുകയില്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും. അത് വിശ്വസിക്കുന്നവർ ആ നാമം ഒന്ന് ഏറ്റുപറയണ. യേശുവിന്റെ നാമം വിളിച്ചു പറയുമ്പോൾ വിടുതലുകൾ നടക്കും. സിമ്പിൾ ഗോസ്പൽ, സിമ്പിൾ ഗോസ്പൽ. 1, ദൈവവചനം. 2, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി. 3, യേശുവിന്റെ നാമം പ്രസംഗിച്ചു. ഇന്ന് ലോകത്തിൽ പലരും യേശുവിന്റെ നാമം ഉച്ചരിക്കാൻ നാണിക്കുന്നുണ്ട്. നിങ്ങൾ വെസ്റ്റേൺ കൺട്രിയിൽ പോകുമ്പോൾ ഈവൻ ദേ ഡോണ്ട് യൂസ് ദ നെയിം ജീസസ്. അവർ യേശു എന്ന നാമം ഉച്ചരിക്കാൻ ഭയപ്പെടുന്നു. ദേ യൂസ് ഗാഡ്. ദൈവം എന്ന് മാത്രം പറയും. എല്ലാ ദൈവങ്ങളെ പോലെയല്ല എൻ്റെ ദൈവം യേശു. അവൻ 10,000ങ്ങളിൽ സുന്ദരനാ. ഹല്ലേലൂയ. അവൻ തന്നെ ആൽഫ, അവൻ തന്നെ ഒമേഗ. ഹല്ലേലൂയ. അവൻ തുടക്കമിട്ട അവൻ തന്നെ അവസാനിപ്പിക്കുന്നവനാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. യേശു നാമം നമ്മൾ വിളിച്ചറിയിക്കാൻ ഒരു ലജ്ജ കൂടരുത്. എവിടെയാണെങ്കിൽ അവസരം കിട്ടിയ യേശുവിന്റെ നാമം ഉയർത്തിപ്പിടിക്കണം. പട്ടണത്തിൽ ഉണർവ് ഉണ്ടാകണമെങ്കിൽ സിമ്പിൾ തിങ്, 4 കാര്യങ്ങൾ. 4ാമത്തത്, ദൈവരാജ്യം പ്രസംഗിക്കണം. സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് അറിയപ്പെടുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജനത്തിൻ്റെ അകത്ത് പറയണം. ഇപ്പൊ ഫിലിപ്പോസ് ഒറ്റ പ്രസംഗം കൊണ്ട് പട്ടണം വിടുവിക്കപ്പെട്ടു. ഇതെങ്ങനെ സാധ്യമായി? അതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. സമറിയ പട്ടണം എന്ന് പറയുന്നത് പാരമ്പര്യം എന്ന് പറഞ്ഞ ഒരു പട്ടണമാണ്. സമറിയ എന്ന് പറയുന്നത് ഇവർ ദൈവത്തിൽ ഭയപ്പെടുന്ന ഒരു കൂട്ടരായിരുന്നു. ദൈവത്തെ സേവിക്കുന്നവരും മാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുന്നവർ മാത്രമല്ല, ഇവർ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ സത്യ ആരാധനയെ വിശ്വസിക്കുകയും മറ്റുള്ള അന്യ ആരാധനകൾക്ക് പങ്കുചേരുകയും ചെയ്യുന്ന 50-50 ആയിട്ട് ജീവിക്കുന്നവ. നിങ്ങൾ ദൈവവചനത്തിൽ 2 കിങ്സ് 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ ഈ ജാതികൾ സമരിയാക്കാരെ കുറിച്ച് പറയുന്നത്, അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്നുവരെ ചെയ്തു വരുന്നു. ആമേൻ. ഈ സമരിയ പട്ടണത്തിന് ഒരു പാരമ്പര്യമുണ്ട്.
അവർ ദൈവത്തെ, യഹോവയായ ദൈവത്തെ ഭജിക്കുന്നവരും വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുമാകുന്നു. ഇത് രണ്ടും നടക്കാൻ പറ്റത്തില്ല. ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും വരാൻ പറ്റുകയില്ല. ഒരു പട്ടണത്തിൻ്റെ ഉണർവ് ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ നാമം അവിടെ ഉയരണം. വിശ്വസിക്കുന്ന രാമയും പറഞ്ഞാട്ടെ. ചിലയിടത്ത് ഉണർവ് ഉണ്ടാകാത്തതിൻ്റെ കാരണം 50-50 പകുതി ലോകം പകുതി ആത്മീയം. പകുതി ജീവിതം ലോകപ്രകാരം ലോകത്തിൻ്റെ ആഡംബരത്തിൽ ജീവിക്കുകയും പിന്നെ ഉണർവിന് വേണ്ടി കർത്താവേ എന്ന് പറയും. നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അവിടെ ആവശ്യമുള്ളത് യേശുവിൻ്റെ അഭിഷേകം വെളിപ്പെടണം.